ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവ തിരുനാളും ഉദ്ധാനവും അനുസ്മരിച്ച് ഈസ്റ്റർ സന്ദേശം നൽകിയാണ് പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. ചരിത്രം തിരുത്തിക്കുറിച്ചാണ് 2013 മാർച്ച് 13 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നിന്നുള്ള കർദിനാൾ മാരിയോ ബെർഗോളിയ കത്തോലിക്ക സഭയുടെ 266ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായിരുന്നു പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നറിയപ്പെട്ട മാരിയോ ബെർഗോളിയ. 1272 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തുനിന്ന് ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ റെയിൽവേ തൊഴിലാളിയായ മാരിയോ ജോസ് ബെർഗോളിയോയുടെയും സാധാരണക്കാരിയായ വീട്ടമ്മ മരിയ സിവോറിയയുടെയും 5 മക്കളിൽ ഒരാളായി ജനനം. ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു മധ്യവർഗ കുടുംബമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞും ഇടപഴകിയും വളർന്നതിനാൽ താഴേക്കിടയിലുള്ളവർക്ക് അദ്ദേഹം പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. എല്ലായ്പ്പോഴും ശാന്തനും പ്രസന്നവദനുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിലൊന്ന്. അണുബാധയെ തുടർന്ന് ശ്വാസകോശങ്ങളിലൊന്ന് നീക്കം ചെയ്ത് 10 വർഷത്തിന് ശേഷം 32-ാം വയസ്സിലാണ് അദ്ദേഹം വൈദിക പട്ടം ഏറ്റെടുക്കുന്നത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16ാമൻ മാർപ്പാപ്പ 2013 ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നാണ് കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. പേര് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തന്റെ വഴികൾ വ്യത്യസ്തമാണെന്ന് പുതിയ പാപ്പ ലോകത്തിന് വെളിപ്പെടുത്തി. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിച്ചത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ തിരുനാളും ഉത്ഥാനവും അനുസ്മരിച്ച ഈസ്റ്റർ സന്ദേശം നൽകിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളും മാനവികതയുടെ പ്രത്യാശയായി മാറി. യുദ്ധം അവസാനിപ്പിക്കാനും ലോകസമാധാനത്തിനും ആഹ്വാനം ചെയ്ത ശേഷമാണ് മാർപ്പാപ്പ ഈ ലോകത്തു നിന്ന് മടങ്ങിയത്.